ഇപ്പം നടക്കുന്ന അവസ്ഥ എന്താ വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്കും +2 കഴിഞ്ഞ കുട്ടിക്കും 3ാം ക്ലാസ് കുട്ടിക്കും ഒരേ സിലബസാണ് കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞില്ല. എസ്പെഷ്യലി വേൺ ടോക്കിംഗ് അബൌട്ട് കേരള നമുക്ക് പറയാലോ, ഇത്രയും ബിസിനസ് ഉണ്ട്, ഇത്രയും എന്തുണ്ട് ഓൺടർപ്രണേഴ്സ് ഉണ്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ജോലിക്ക് 3ാമത്തെ മാസം ചിന്തിക്കണം എന്താണ് എനിക്ക് എപ്പോഴും സ്വന്തമായിട്ട് കമ്പനി തുടങ്ങാൻ പറ്റും. ഈ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഈ ഒരു തോട്ട് പ്രോസസ്സ് ഉള്ളത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ കുറച്ച് സ്റ്റേറ്റുകൾക്ക് മാത്രമേ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല, രോഗീൻ്റെ അസുഖം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മരുന്ന് എഴുതാൻ. അല്ലാതെ എല്ലാവർക്കും ഒരു മരുന്ന് എഴുതിയ കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ വി ആർ ഹെൽപ്പിംഗ് ദ സ്റ്റാർട്ടപ്പ് ഇൻ വാല്യുവേഷൻ. ഇപ്പോൾ ഞാനൊരു ഓൺടർപ്രണർ, ഞാൻ 3 രീതിയിൽ ചിന്തിക്കണം. ഒന്ന്, ഫ്രം എ ഫൗണ്ടേഴ്സ് പെർസ്പെക്റ്റീവ്, എനിക്ക് ഇത് സക്സസ് ആക്കി ഞാൻ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കിത് നേടണം, ഇത് നേടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഫ്രം എ ഫൗണ്ടർ പെർസ്പെക്റ്റീവ്. എല്ലാവരും ഫൗണ്ടർ പെർസ്പെക്റ്റീവിൽ എല്ലാവരും എന്താണ് ഓക്കെയാണ്. ഒരു 100 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെങ്കിൽ അതിന് മാർക്കറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ 1 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, അതിന് മാർക്കറ്റ് ഉണ്ട്. പക്ഷേ ഇത് അതിലേക്ക് എത്തിക്കാനുള്ള ഓൺടർപ്രണർ ഈ 2 കാറ്റഗറിയേ ഉള്ളൂ. ഈ 2 കാറ്റഗറി എനിവൺ ക്യാൻ അപ്ലൈ ടു ദ ഇൻക്യുബേഷൻ പ്രോഗ്രാം. ഹലോ എവരിവൺ, ഞാൻ ഖസാഖ് ബെഞ്ചാലി, ദ ബിസിനസ് കോച്ച്. ബ്രാൻഡ് സ്റ്റുഡിയോയുടെ മറ്റൊരു സീരീസിലേക്ക് സ്വാഗതം. സാധാരണ ബ്രാൻഡ് സ്റ്റുഡിയോയിൽ നമ്മൾ ഓരോ സ്റ്റാർട്ടപ്പുകളെയും ബ്രാൻഡുകളൊക്കെയാണ് പരിചയപ്പെടുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സ്റ്റാർട്ടപ്പിനെ അല്ല, മറിച്ച് ഒരുപാട് സ്റ്റാർട്ടപ്പുകളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെയാണ്. നമുക്കറിയാം, ഒരു സ്റ്റാർട്ടപ്പ് വിജയിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് നല്ല ഐഡിയ ഉണ്ടായിട്ടും നല്ല പ്രോഡക്റ്റ് ഉണ്ടായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാത്തതിൻ്റെ പേരിൽ, കൃത്യമായ ഗൈഡൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ, സ്ട്രാറ്റജിക് സപ്പോർട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ, പലപ്പോഴും മാർക്കറ്റിങ്ങിന് വേണ്ട ഫണ്ട് ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ പല സ്റ്റാർട്ടപ്പുകളും പാതി വഴിയിൽ വീണു പോകാറുണ്ട്. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ് മീറ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിലോ അത് എന്താണെന്ന് അറിയാത്തതിൻ്റെ പേരിലോ ഒക്കെ പല സ്റ്റാർട്ടപ്പുകളും പരാജയപ്പെടാറുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആളുകൾക്ക് അവരെ സ്റ്റാർട്ടപ്പുകളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന, അതിനെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്കോസിസ്റ്റത്തെയാണ് ഇന്ന് ബ്രാൻഡ് സ്റ്റുഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. IQ വെഞ്ചേഴ്സ് എന്നാണ് ഇതിൻ്റെ പേര്. IQ വെഞ്ചേഴ്സിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO ആയിട്ടുള്ള ഷാഫി ഷൗക്കത്താണ് ഇന്ന് ബ്രാൻഡ് സ്റ്റുഡിയോയിൽ നമ്മുടെ അതിഥി. സോ വെൽക്കം മിസ്റ്റർ ഷാഫി ഷൗക്കത്ത് ടു ദ ബ്രാൻഡ് സ്റ്റുഡിയോ. അപ്പോൾ നമുക്കിനി ഓൺട്രപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് ഇനി സംസാരിച്ചു തുടങ്ങാം. ആദ്യമായിട്ട് എനിക്ക് അറിയേണ്ടത് എന്താണ് IQ വെഞ്ചേഴ്സ്, എങ്ങനെയാണ് നിങ്ങൾ ഈ സ്റ്റാർട്ടപ്പുകളെ വളരാൻ ഒരു എക്കോസിസ്റ്റമായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ മൈസെൽഫ് ഷാഫി ഷൗക്കത്ത്. അപ്പോൾ നമ്മൾ IQ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് എ സ്റ്റാർട്ടപ്പ് ആസ് എ സെറ്റ്, നമ്മളൊരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ആണ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ നിലവിലൊരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നമുക്ക് ഉണ്ട്. ദർ ആർ മെനി ഫാക്ടേഴ്സ്, മെയിൻലി 4 ഫാക്ടേഴ്സ് ആണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺടർപ്രണേഴ്സ് ആണ്, ഇൻഡിവിജ്വൽസ്. രണ്ടാമത്തത് സ്റ്റാർട്ടപ്സ് ഓർ ദ കമ്പനീസ് ഓർ വി ക്യാൻ കോൾ ഇറ്റ് എൻറ്റിറ്റീസ്. മൂന്നാമത്തത് ഇൻവെസ്റ്റേഴ്സ് ആണ്, അതിൽ എല്ലാത്തരം ഇൻവെസ്റ്റേഴ്സും ഉണ്ടാവും. നാലാമത്തത് ഗവൺമെൻറ്റ്സ് ആണ്. ഗവൺമെൻറ്റ്സിൻ്റെ അതർ പോളിസി മേക്കേഴ്സ്, പോളിസീസ് ഉണ്ടാക്കുന്നവർ, അതായത് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി അഫക്ട് ചെയ്യുന്ന എല്ലാ പോളിസീസും. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സാണ് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 4 ഏരിയാസ് നേരിടുന്ന പ്രശ്നം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലുണ്ടാക്കുമ്പോൾ നമ്മൾ വി ആർ നോട്ട് ഫോക്കസിങ് ഓൺ എ പെർട്ടിക്കുലർ കാറ്റഗറി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എക്കോസിസ്റ്റം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. നമ്മൾ ഒരുപാട് ബ്രാൻഡ്സ്, ഒരുപാട് വാല്യൂഷൻ ഉള്ള കമ്പനീസ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു എക്സ്ക്ലൂസീവ് ആണത്. ഫോർ എക്സാമ്പിൾ, ഒരു IIT IIM എന്ന് വന്ന ആൾക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഈ എക്കോസിസ്റ്റം എന്താണെന്നും ഇതിനെക്കുറിച്ചും ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ആയ നോളജ് അല്ലെങ്കിൽ കിട്ടിയ ആൾക്കാർക്ക് മാത്രമാണ് ഇത് നേടാൻ പറ്റുന്നുള്ളൂ. തീർച്ചയായിട്ടും. അതാണുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന അവസ്ഥ എന്താ വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്കും +2 കഴിഞ്ഞ കുട്ടിക്കും 3ാം ക്ലാസ് കുട്ടിക്കും ഒരേ സിലബസാണ് കൊടുക്കുന്നത്, ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരെ മറിച്ച് ഹിഡൻ ജെംസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വാട്ട് വി ആർ ഫോക്കസിങ് ഇസ് ലൈക്ക് ദർ ആർ ലോട്ട്സ് ഓഫ് പ്രോഡക്ട്സ്, നല്ല പൊട്ടൻഷ്യലായ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്, വിഷനറിയായ ഒരുപാട് ഓൺടർപ്രണേഴ്സ് ഉണ്ട്, 24 hours വർക്ക് ചെയ്യുന്ന അത്രയും ഡെഡിക്കേറ്റഡ് ആയ ഓൺടർപ്രണേഴ്സ് ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഫസ്റ്റ് തിങ് അവയർനെസ്. ദേ ഡോണ്ട് നോ ഹൗ ദ സിസ്റ്റം വർക്ക്സ്. നമുക്കൊരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കഴിയുള്ളൂ, അതിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പ്രശ്നം നേരിടുന്നത് അവിടെയാണ്. അതായത് ഈ എന്താണ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് ഇതിലുള്ളത്, എങ്ങനെയാണ് നമ്മുടെ കമ്പനീനെ കൊണ്ടുപോകുന്നത്, നമ്മൾ എങ്ങനെ കമ്പനീനെ ചിന്തിക്കേണ്ടത്, ഹൗ യു ഹാവ് ടു സെറ്റ് ദ വിഷൻ, ഇതൊന്നും നമുക്ക് എന്തെങ്കിലും നമ്മുടെ സാധാരണക്കാരനറിയില്ല. എസ്പെഷ്യലി വേൺ ടോക്കിംഗ് അബൌട്ട് കേരള നമുക്ക് പറയാലോ, ഇത്രയും ബിസിനസ് ഉണ്ട്, ഇത്രയും എന്തുണ്ട് ഓൺടർപ്രണേഴ്സ് ഉണ്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ജോലിക്ക് 3ാമത്തെ മാസം ചിന്തിക്കണം എന്താണ് എനിക്ക് എപ്പോഴും സ്വന്തമായിട്ട് കമ്പനി തുടങ്ങാൻ പറ്റും. ഈ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഈ ഒരു തോട്ട് പ്രോസസ്സ് ഉള്ളത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ കുറച്ച് സ്റ്റേറ്റുകൾക്ക് മാത്രമാണ്, എസ്പെഷ്യലി കേരളയാണ് അതിൽ മുന്നിൽ. പക്ഷേ എന്നിട്ട് എത്ര ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ ലെറ്റ്സ് സൊമാറ്റോ പോലെയോ അല്ലെങ്കിൽ യൂബർ പോലെയോ എത്ര ബ്രാൻഡ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. വി ആർ ക്രിയേറ്റിംഗ് ബിസിനസ്സസ്.
Not a brand. സ്റ്റാർട്ടപ്സ് ഓർ നോട്ട് എ ബ്രാൻഡ്. നമ്മളപ്പോൾ സ്കെയിൽ ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ഇതെങ്ങനെ സ്കെയിൽ ചെയ്യണമെന്ന് അറിയണമല്ലോ. അതെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയണം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കൊണ്ടുപോകേണ്ട എൻ്റെ കമ്പനിയിൽ നിന്ന് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയാണല്ലോ വി ആർ കമ്മിങ് ആൻഡ് ക്രിയേറ്റിംഗ് ഡിഫറെൻറ്റ് പ്രോജക്ട്സ്. നമുക്ക് ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഓൺടർപ്രണേഴ്സിന് നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്, അപ്സ്കില്ലിംഗ് പ്രോഗ്രാംസ് ഉണ്ട്, അവർക്ക് അവയർനെസ് കൊടുക്കുന്ന പ്രോഗ്രാംസ് ഉണ്ട്, അവരുന്ന് ഐഡിയാസ് ഉണ്ടാക്കി അത് വാലിഡേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഫോർ സ്റ്റാർട്ടപ്സ് നമുക്ക് എന്തുണ്ട്, ഇൻക്യുബേറ്റർ ഉണ്ട്. വി ഹാവ് അവർ ഓൺ ഇൻക്യുബേറ്റർ കോൾഡ് ഇൻക്യുബേഷൻ. വി ആർ ഇൻക്യുബേറ്റിംഗ് നേഷൻ. ഇൻക്യുബേഷൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്കെ. അപ്പോൾ ഇൻക്യുബേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നല്ലോ, രോഗീൻ്റെ അസുഖം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മരുന്ന് എഴുതാൻ. അല്ലാതെ എല്ലാവർക്കും ഒരു മരുന്ന് എഴുതിയ കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഹെൽപ്പിംഗ് ദ സ്റ്റാർട്ടപ്പ് ഇൻ വാല്യുവേഷൻ. നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ഗിവിംഗ് എ മെന്റർഷിപ്പ് ഓർ ജസ്റ്റ് ഗിവിംഗ് എ ഗ്രാൻഡ്, വാട്ട് വി ആർ ഡൂയിങ് ഇസ് ലൈക്ക് നമ്മളൊരു സ്റ്റാർട്ടപ്സ് എടുക്കും. നമ്മളിപ്പോൾ കൊടുക്കുന്ന ഇൻക്യുബേഷനിൽ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ബട്ട് പ്രൈമർലി വാട്ട് വി ആർ ഗിവിംഗ് ഇസ് ഇൻക്യുബേഷൻ സെന്റർ എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ആ സെന്റേഴ്സിൽ ഒരു എക്സാമ്പിൾ വെൻ വി ഓൺ ബോർഡ് എ സ്റ്റാർട്ടപ്പ് നമ്മളെന്താ ചോദിച്ചു കഴിഞ്ഞാൽ 1 year അവർക്ക് പ്ലാൻ ഉണ്ടാക്കും. ലെറ്റ്സ് സേ ഒരു സ്റ്റാർട്ടപ്പ് വരുന്നത് 10 ലക്ഷം വാല്യൂഷനിലാണെങ്കിൽ ഹൗ ടു മേക്ക് ദിസ്, അത് നമ്മൾ അവരുടെ മാർക്കറ്റും ഒക്കെ സ്റ്റഡി ചെയ്ത് നമുക്ക് ഹാവ് എ ടീം ഫോർ ദാറ്റ് മാർക്കറ്റ് റിസർച്ച്. അവർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതിന് എത്ര വാല്യൂഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ അതിന് എത്ര മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കും. മാർക്കറ്റിന് ഒരു ലെറ്റ്സ് ഒരു 3% നോക്കിയാലും, അല്ലെങ്കിൽ ഒരു 1%, 0.5% നോക്കിയാലും ലെറ്റ്സ് 10 crores 50 crores മേലെ പോകും. അപ്പോൾ ഈ വാല്യൂഷനിലേക്ക് എങ്ങനെ കമ്പനീനെ എത്തിക്കാം. അപ്പോൾ അവരുടെ കറന്റ് വാല്യൂഷൻ നമ്മൾ അളക്കും. അതിനുശേഷം ഈ നമ്മളൊരു പ്രൊജക്ഷൻ ഉണ്ടാക്കും വാല്യൂഷൻ്റെ. ഈ വാല്യൂഷനിലേക്ക് എത്തിക്കാൻ എത്ര കസ്റ്റമർ അക്വിസിഷൻ ഇവർ ചെയ്യണം, അതുപോലെ എത്ര റവന്യൂ ഇവർ ഉണ്ടാക്കണം, ഇങ്ങനത്തെ എല്ലാ മെട്രിക്സ് നമ്മൾ പ്ലാൻ ചെയ്യും. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇവർക്ക് ടാസ്ക് ആക്കി കൊടുത്ത് ഇവർക്ക് ആ 1 year പീരീഡിനുള്ള അവരുടെ ടീം ബിൽഡിങ്ങിന് അവരുടെ ടീം സാലറി, മാർക്കറ്റിംഗ് എക്സ്പെൻസ് മുതൽ ടെക് എന്തൊക്കെ അവർ ഹെൽപ്പ് ചെയ്യണം. നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ടെക് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, ഡിഫറെന്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമുണ്ടോ ഇതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മളെ വാല്യൂഷനിലേക്ക് എത്തിക്കും. സോ വി വർക്ക് ഓൺ ഇൻ ഇക്വിറ്റി ബേസിസ്. അപ്പോൾ ആ നെക്സ്റ്റ് ലെവൽ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ തന്നെ കൊണ്ടുവരും. അപ്പോൾ 6 months ഫസ്റ്റ് 6 months ഒരു വാല്യൂഷൻ പീരീഡ് വെക്കും. അപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ലെവലിൽ VCസിനെ കൊണ്ടുവരും. വി ഹാവ് എ VC നെറ്റ്വർക്ക്. അതിനുശേഷം അവർക്ക് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കിട്ടുന്നില്ലെങ്കിൽ നെക്സ്റ്റ് 6 months കൂടി നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യും. അങ്ങനെ വിത്തിൻ 1 year അവർ നമ്മൾ എന്ത് ചെയ്യും, ഒരു നോർമലായിട്ട് പോകുന്ന ഒരു കമ്പനി നമ്മൾ ഒരു 20 crore to 50 crores മിനിമം വാല്യൂഷനിലേക്ക് എത്തിച്ചിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെന്ന് അവന് സെൽഫ് സസ്റ്റെയിൻ ആക്കും. ഇതേ ടൈമിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇവരുടെ ടീമിന് ഇൻഡിവിജ്വലി ഡിപ്പാർട്ട്മെന്റൽ ട്രെയിനിങ് കൊടുക്കും. CEOs നമ്മൾ എല്ലാ ദിവസവും 2 hours CEOസിന് ട്രെയിനിങ് ആണ്. ഹൗ ദ കമ്പനീസ് ആർ വർക്കിംഗ്, കേസ് സ്റ്റഡീസ്, ഹൗ ദ സ്റ്റാർട്ടപ്സ് ആർ വർക്കിംഗ്. CEOസിനൊക്കെ ഹയർ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിനെയാണ് നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്? അതായത് CEOs ഉണ്ടാവല്ലോ, CEOs ഫൗണ്ടർ, അവർ നമ്മൾ ട്രെയിനിങ് കൊടുക്കും, ഡെവലപ്പ് ചെയ്തെടുക്കും. അതായത് അവരെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കും. എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് ലെവൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു CEO എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടാവണം, എന്തൊക്കെ ബേസിക് നോളജസ് ഉണ്ടാവണം, ഇതെല്ലാം നമ്മൾ ട്രെയിൻ ചെയ്യും. അത് പ്രൊഡക്റ്റ് ആവാം, ടെക്നിക്കൽ ആവാം. എസ്പെഷ്യലി വർക്കിംഗ് ഓൺ ദ മൈൻഡ് സെറ്റ്. ബിക്കോസ് ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇത് എനിക്കും ചെയ്യാമെന്ന് ഫസ്റ്റാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ മലയാളികളൊക്കെ സത്യം പ്രശ്നം തന്നെയാണ്, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളതൊരു തോട്ടാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വി ഹാവ് ടു ക്രിയേറ്റ് എ വിഷൻ. നമ്മളിപ്പോൾ ഇപ്പോൾ ഓൺടർപ്രണേഴ്സിന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് ഒരു ഓൺടർപ്രണർ ഷുഡ് തിങ്ക് ഇൻ ത്രീ വേസ്. അതായത് ഇപ്പോൾ ഞാനൊരു ഓൺടർപ്രണർ, ഞാൻ 3 രീതിയിൽ ചിന്തിക്കണം. ഒന്ന്, ഫ്രം എ ഫൗണ്ടേഴ്സ് പെർസ്പെക്റ്റീവ്, എനിക്ക് ഇത് സക്സസ് ആക്കി ഞാൻ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കിത് നേടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഫ്രം എ ഫൗണ്ടർ പെർസ്പെക്റ്റീവ്. എല്ലാവരും ഫൗണ്ടർ പെർസ്പെക്റ്റീവിൽ എല്ലാവരും എന്താണ് ഓക്കെയാണ്. അടുത്തതാണ് പ്രശ്നം. അടുത്തത് കസ്റ്റമർ പെർസ്പെക്റ്റീവ് ആണ്. ഈ കസ്റ്റമർ എൻ്റെ പ്രൊഡക്റ്റ് വേണോ, അല്ലെങ്കിൽ ഇത് ഏത് റേറ്റിനാണ് വേണ്ടത്, അല്ലെങ്കിൽ കസ്റ്റമർ എൻ്റെ പ്രൊഡക്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്, എത്ര ബ്രാൻഡ് വാല്യൂ അതിന് കൊടുക്കുന്നുണ്ട്. ഇതാണ് കസ്റ്റമർ പെർസ്പെക്റ്റീവ്. അപ്പോൾ ഞാൻ കസ്റ്റമറെ പോലെ ചിന്തിക്കണം. കസ്റ്റമർ പെർസ്പെക്റ്റീവ്. മൂന്നാമത്തതാണ് ആരും ചെയ്യാത്ത പ്രശ്നം, ഫ്രം എൻ ഇൻവെസ്റ്റേഴ്സ് പെർസ്പെക്റ്റീവ്. ഒരു ഇൻവെസ്റ്റർ എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവർക്ക് ഉദ്ദേശം, അല്ലെങ്കിൽ അവർ എന്തൊക്കെ മെട്രിക്സ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും, അവരെങ്ങനെയാണ് ഇത് എക്സിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് ROI ആണോ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ എല്ലാ ഏഞ്ചൽസും VCസും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കമ്പനിയിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അവർ ഇൻവെസ്റ്റ് ചെയ്യും, ഫസ്റ്റ് ലെവൽ ഇൻവെസ്റ്റ് ചെയ്യും, അവർക്ക് ഇത്ര വാല്യൂഷനിൽ പോകുമ്പോൾ നെക്സ്റ്റ് ലെവൽ ഇൻവെസ്റ്റർ വരുമ്പോൾ അവർക്ക് എക്സിറ്റ് ചെയ്യണം. വാല്യൂഷൻ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ഇത് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ. അപ്പോൾ ആസ് എ CEO നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഹൗ ടു റേസ് മൈ കമ്പനീസ് വാല്യൂഷൻ. എൻ്റെ കമ്പനീൻ്റെ വാല്യൂഷൻ ഇത്രയെന്ന് എത്ര ഓൺടർപ്രണേഴ്സ് അറിയും. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ വാല്യൂഷൻ മൈ കമ്പനി ഹോൾഡ്സ് റൈറ്റ് നൗ. എന്നിട്ട് വേണം ഞാൻ ഇത് പ്ലാൻ ചെയ്യാൻ, ഈ വാല്യൂഷനിൽ കൊണ്ടുപോകണം. ഇതായിരിക്കണം ഒരു CEOൻ്റെ ഗോൾ. ഒരു കമ്പനിയിൽ CEO ഉണ്ടാവും, ചീഫ് ഓപ്പറേഷൻ ഓഫീസർ ഉണ്ടാവും, മാർക്കറ്റിംഗ് CMO ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷേ എല്ലാവർക്കും ഓരോരോ മോട്ടീവ് ആയിരിക്കണം. CEOൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ വാല്യൂഷൻ കൊണ്ടുപോകുക, അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കുക. ചീഫ് ഓപ്പറേഷൻ ഓഫീസർ നമുക്കുള്ളതാണ് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ.